മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഒരു മാസത്തിന് മുമ്പ് നമ്മൾ മണ്ണിൽ, അതായത് നമ്മുടെ തറയിൽ ഭൂമിയിൽ നട്ട ഒരു ചീനിയാണ്. ഒരു മാസം മുതൽ ഇന്ന് വരെ ഏതാണ്ട് 2,15,000 പേര് ഈ ചീനിയുടെ കൃഷി ചെയ്ത് കണ്ടു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ലെയറിലായിട്ട്, ഈ 2 കമ്പിനും ഓരോ ലെയർ, അതിനടിക്ക് ഒരു ലെയർ, 3 ലെയറിലായിട്ട് 100 കിലോ കപ്പ വരെ കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തത്. സുമോ ഇനത്തിൽപ്പെട്ട ചീനിയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം വിളവ് ആവശ്യമുള്ള ഈ സുമോ ചീനി 100 കിലോ വരെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് നടാൻ അല്പം പരിശ്രമമൊക്കെ വേണം. കാരണം നല്ലൊരു കുഴിച്ച് അതിനകത്ത് പെട്ടെന്ന് അഴുകി ചേരുന്ന കരിയിലയോ അല്ലെങ്കിൽ 2-3 ദിവസം വെട്ടിയിട്ട ചീമക്കൊന്നയുടെയോ അല്ലെങ്കിൽ തോട്ടപ്പയറിൻ്റെയോ ഒക്കെ ഇലകളോ ഇട്ട് ആ കുഴി മൂടുന്നു. അതിനുശേഷം വീണ്ടും മണ്ണിട്ട് വലിയ ഒരു കൂന പോലെ, ഇതേപോലെ ഒരു കൂന ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാമ്പൽ, കമ്പോസ്റ്റ് വളം ഇതൊക്കെ യഥോചിതം ഇട്ട് നിറച്ച് അതിലാണ് ഇത്രയും നീളമുള്ള കമ്പടങ്ങി, അതായത് നമ്മൾ ചീനി പിഴുമ്പോൾ, നല്ല ചീനി പിടുത്തമുള്ള ആ ചീനി പിഴുമ്പോൾ അതെടുത്ത് ആ കിഴങ്ങ് വെട്ടിയെടുത്ത ഭാഗം മാത്രം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് അതൊരു ലെയറായിട്ട് കണക്കാക്കുന്നു. പിന്നെ ഈ 2 കമ്പിനും ഓരോ ലെയർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ 3 ലെയറിലായിട്ട് 100 കിലോ വരെ ചീനി കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അന്ന് പറഞ്ഞിരുന്നു ഒരു വളം രണ്ടാമത്തെ വളം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കിടാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വളപ്രയോഗമാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട് ഈ ചെറിയ ആയുധം കൊണ്ട് ചെറുതായിട്ട് നമ്മളൊന്ന് മാന്തി കൊടുത്തു. ചെറുതായിട്ടേ മാന്താവും. കാരണം 3 ലെയറായിട്ട് ചീനി ഉണ്ടാവുന്നുണ്ടേ ഏതാണ്ട് ഈ മണ്ണിൻ്റെ 1/2 ഇഞ്ച് ആഴത്തിൽ വരെ ഇപ്പോൾ വേര് നിറഞ്ഞിരിക്കുകയാണ്. ഇത് പരീക്ഷിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം. അതുകൊണ്ട് തന്നെ ചുവട് ചെറിയ രീതിയിലൊന്ന് മാന്തിയാകാവും. അപ്പോൾ രണ്ടാമത്തെ വളമാണ് നമ്മളിപ്പം ഈ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ വളം നമ്മൾ ചെയ്യാൻ പോകുകയാണ്. രണ്ടാമത്തെ വളം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി അല്പം അകലെ വീഴത്തക്ക രീതിയിൽ, എന്നാൽ ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ചീനിയുടെ വേരുകൾ ആണ് കിഴങ്ങായിട്ട് രൂപപ്പെടുന്നത്. ചെറിയ വേരുകൾ വളരെ ആഴത്തിൽ പോകുന്നതോടൊപ്പം തന്നെ ദൂരേക്കൂടെ പോകണം. അപ്പോൾ ആ രീതിയിലാണ് എല്ലുപൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഈ വളം എവിടം വരെ ഉണ്ടോ അവിടം വരെ ഈ ചീനിയുടെ വേര് മുന്നോട്ട് പോകും. അപ്പോൾ അത്രയ്ക്ക് വലിയ കിഴങ്ങുകൾ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ വെണ്ണീർ അഥവാ ചാമ്പലാണ് വിതറി കൊടുക്കുന്നത്. ചാമ്പൽ ഒരു 15 ദിവസം കൂടുമ്പോൾ കുറേശ്ശെ ചാമ്പൽ വിതറി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചീനിക്ക് നല്ല സ്വാദ് ലഭിക്കാനും കിഴങ്ങ് നല്ല ദൃഢമായി കിട്ടാനും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു വളമാണ് ചാമ്പൽ. അപ്പോൾ ഈ രണ്ടാമത്തെ വളമായിട്ട് ഈ 2 വളങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ചുവടം ഇളക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മണ്ണ് വെട്ടിയിടേണ്ട കാര്യമില്ല. പകരം നമ്മൾ അല്പം മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മണ്ണാണ് നമ്മൾ ഇപ്പോൾ ഇതിന് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അധ്വാനിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു ചീനി ഇടാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിന് ജോലിയുണ്ട്. ഏതാണ്ട് നല്ല ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ 100 കിലോ ചീനി കിഴങ്ങ് ലഭ്യമാകുന്നത്. അപ്പം പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഏക്കർ കണക്കിന് ചീനി ഇടുവാണെങ്കിൽ 1 സെൻറ്റിനകത്ത് 4 മൂട് മാത്രമേ ഇതില ഇടാവൂ. 1 സെൻറ്റിൽ 4 മൂട്, ആ രീതിയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇടുന്നുണ്ടേ നമുക്ക് ആ സെൻറ്റിനകത്ത് അല്ലാത്ത രീതിയിലിട്ട ചീനിയുടെയൊക്കെ എത്രയോ ഇരട്ടി വിളവ് കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ സുമോ അല്ലാത്ത ചീനിക്കമ്പ് ഇട്ടാൽ 50 കിലോ ഉറപ്പായിട്ട് കിട്ടും, നല്ല രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ, ഒരു മാസം മുമ്പിട്ട വീഡിയോ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാമെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അത് സംബന്ധിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അരിച്ച മണ്ണ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിച്ച മണ്ണ് ഈ വളത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ചീനി ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ചീനിക്കമ്പ് ഇടുന്നതും അതുപോലെ തന്നെ ഇതിന് ഇതുപോലെ കൊത്തി അടുപ്പിക്കുമ്പോഴൊക്കെ അല്പം തോർച്ച കാണുന്ന സമയത്ത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. കാരണം
തോർച്ചയില്ലാത്ത സമയത്ത് മഴയോടുകൂടിയൊക്കെയുള്ള സമയത്ത് നമ്മൾ ചീനിക്കമ്പ് എടുക്കുകയാണെങ്കിൽ ഈ ചീനിയുടെ വേരുകളായിട്ട് അത് കിഴങ്ങളായി രൂപപ്പെടുന്നത് അതിൻ്റെ കറയാണ്. നമ്മളത് അറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ വെള്ളം മൂലം അത് പാഴായി പോകരുത്. അത് ആ ചീനിയുടെ കമ്പയിൽ തന്നെ ഇരിക്കണം. അത് നടുന്ന മണ്ണ്, അതുകൊണ്ടാണ് ചീനി ഇടുമ്പോൾ കൈകൊണ്ട് തന്നെ മണ്ണ് മാന്തിയതിന് ശേഷം 2 മുട്ട താഴ്ത്തി വെച്ച് നമ്മൾ മണ്ണിട്ട് ഉറപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും ഇപ്പോൾ ഇവിടെ മഞ്ഞളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കും. മഞ്ഞളും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എലിയുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, പലർക്കും ചീനിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതിന് മുഞ്ഞ ഒക്കെ ബാധിക്കാറുണ്ട്, അതുപോലെ ചില കീടരോഗങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമുക്കിതിൻ്റെ വട്ടം മഞ്ഞൾ നട്ടു കൊടുക്കാം. അപ്പോൾ 2 ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചീനി പിഴുമ്പോൾ തന്നെ മഞ്ഞളും വിളഞ്ഞു കിട്ടും. അപ്പം ഈ മഞ്ഞളും കൂടി നമുക്ക് കിളച്ചെടുത്ത് ഒരു വരുമാന മാർഗ്ഗമാകും. ഒപ്പം ഈ ഇടുന്ന വളത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് മഞ്ഞൾ വളർന്നു വരും. നമ്മുടെ മണ്ണിലെ വിഷാംശങ്ങളൊക്കെ ഈ മഞ്ഞൾ പിടിച്ചെടുത്ത് നീക്കം ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത്തരത്തിൽ കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ ഉദ്യമം നിങ്ങൾക്ക് ഫലിക്കണമെന്നില്ല. സ്ഥിരമായി പരിശ്രമിക്കുക. കാരണം നമ്മുടെ പരിചയമാണ് ഏതൊരു വിജയത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചാണ്. അതിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ അറിവ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് മുഴുവൻ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. പകരം നമ്മുടെ ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ ഇഷ്ടമല്ല മറ്റൊരാളുടെ ഇഷ്ടം, ഒരാളുടെ ചിന്തയല്ല മറ്റൊരാളുടെ ഇഷ്ടം, ഒരാളുടെ അവതരണ രീതിയല്ല മറ്റൊരാളുടെ അവതരണ രീതി. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഭൂവിസ്തൃതി കുറഞ്ഞു വരികയും അങ്ങനെ കൃഷിയിലുള്ള ആൾക്കാരുടെ താല്പര്യം കുറഞ്ഞു വരികയും ചെയ്തപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുന്നു. ഒപ്പം പഴയ കാലങ്ങളിൽ ചീനി പാവങ്ങളുടെ ഭക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് കപ്പ എല്ലാവരുടെയും ഒരു വിശിഷ്ട ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കപ്പയുടെയും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ കാട്ടുപന്നികളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് കർഷകർ കപ്പ കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാസവളങ്ങളും മറ്റും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണത്തിലും അതുപോലെ തന്നെ രുചിയിലുമൊക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു 2-3 മൂട് ചീനി ഇട്ടാൽ മതി. ഒരു മൂട് ചീനിയായാലും മതി. അത് ആവശ്യത്തിന് ഉണക്കി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഉപ്പേരി ചീനിയാക്കാനും അവൽ ചീനിയാക്കി വെക്കാനും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ രീതികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചീനിയെപ്പറ്റി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും ഞാൻ മറുപടി അയക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പരീക്ഷിച്ച് നോക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.